ഹായ് ഓൾ മീസൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു വയേഴ്സ് എ ആൻഡ് ബി ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ലെങ്ത് എൽ ആൻഡ് 2L ഹാവ് റേഡിയസ് ആർ ആൻഡ് 2R റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ദെയർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. രണ്ട് വയേഴ്സ് ഉണ്ട്, സെയിം മെറ്റീരിയൽ ആണ്, ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ ഓഫ് ദെയർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ എന്ന് പറയുന്നത് നമുക്കറിയാം മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സെയിം മെറ്റീരിയൽ ആണെന്ന്. അപ്പോൾ റേഷ്യോ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:1 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? നമുക്ക് ഓരോ ഓപ്ഷന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ R = റോ L by A, ഇത് കറക്റ്റ് ആണ്. ഓക്കെ. സെക്കൻഡ് ഓപ്ഷൻ LA by റോ തെറ്റാണ്. തേർഡ് ഓപ്ഷൻ AL² by റോ, അതും തെറ്റാണ്. ഫോർത്ത് ഓപ്ഷൻ റോ L² by V. അപ്പം നമുക്കറിയാം V എന്ന് പറയുന്നത് വോളിയം, L ലെങ്ത്. അപ്പം നമുക്ക് ഈ റോ L by A എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്യുകയാണെങ്കിൽ റോ L² by ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. നമുക്ക് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ A and D are correct. Okay. Question number 3. The diameter of a wire is doubled, keeping the length constant. The resistance. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് is proportional to 1/A. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ അവിടെ 4 times ആവുകയാണ്. ഓക്കെ. അപ്പോൾ ഏരിയ 4 times കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? 4 times കുറയണം. അപ്പം ബിക്കംസ് 1/4. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓക്കെ. അപ്പം നമുക്കറിയാം നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആയിരിക്കണം എന്നറിയാം അല്ലേ? അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാ നമുക്ക് പറയാൻ പറ്റും? കോപ്പർ, അലൂമിനിയം, അയൺ, കാർബൺ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി കാർബൺ. ക്വസ്റ്റ്യൻ നമ്പർ 5. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പം എന്താണ്? റോ ആണ്. അപ്പോൾ R × A by L. അപ്പോൾ നമുക്കറിയാം ഓം ഇൻറ്റു m²/m. മീറ്റർ അല്ലേ? അപ്പം മീറ്ററും കട്ടായി ഫൈനലി ഓം മീറ്റർ. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 6. റെസിസ്റ്റിവിറ്റി ഓഫ് യുറേക്ക അറ്റ് 20 degrees Celsius. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 49 × 10⁻⁻8. ഓക്കെ. Question number 7. Which factor does not depend on the resistance of the conductor among the following factors? ഏതാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന്? ഓക്കെ. ഓപ്ഷൻ എ ലെങ്ത്, ബി മെറ്റീരിയൽ, സി വോൾട്ടേജ്, ഡി ടെമ്പറേച്ചർ. നമുക്ക് ഏതാണ് വരുന്നത്? റെസിസ്റ്റർ, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? വോൾട്ടേജ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി വോൾട്ടേജ്. ക്വസ്റ്റ്യൻ നമ്പർ 8. 1 mega ohm റെസിസ്റ്റൻസ് ഈക്വൽ ടു 1 mega ohm എന്ന് പറയുമ്പോൾ 1 × 10⁻6 അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം കിലോയിലാണ്. അപ്പോൾ കിലോയിലേക്ക് ആകുമ്പോൾ എന്താണ്? 1 × 10⁻3 × 10⁻3. അപ്പം 10⁻3 കിലോ ഓം. 10⁻3 എന്ന് പറയുമ്പോൾ എന്താ? 1000 അല്ലേ? 1000 കിലോ ഓം പറയണം. അപ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി. Question number 9. A resistance of 5 ohm is further drawn so that its length becomes double. Its resistance will now be. ഇപ്പോൾ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫർദർ ഡ്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർദർ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ട്രെച്ച് ചെയ്തെന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ലെങ്ത് ഡബിൾ ആക്കി. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ലെങ്ത് കംപ്രസ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് സ്ട്രെച്ച് ചെയ്താലും എന്തായിരിക്കും? മെറ്റീരിയലിൻ്റെ വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ വോളിയം ഈക്വൽ ആകുമ്പോൾ A1 L1 = A2 L2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ A2 by A1 എന്ന് പറയുന്നത് എന്തായിരിക്കും? L1 by L2 ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം L2 എന്ന് പറയുന്നത് ലെങ്ത് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ L1 by 2L1 നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഓക്കെ.
അപ്പോൾ ഇനി നമ്മൾ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് നമുക്കറിയാം R1 is equal to റോ എൽ ബൈ A1 കിട്ടി. R2 എന്ന് പറയുന്നത് റോ L2 ബൈ A2 കിട്ടി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, R1 ബൈ R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? L1 ബൈ A1 ഡിവൈഡ് ബൈ L2 ബൈ A2 അല്ലേ. ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ A1 ഇൻറ്റു A2 ബൈ L2 എന്നായി അല്ലേ. അപ്പം വീണ്ടും നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ L1 ബൈ L2 ഇൻറ്റു A2 ബൈ A1 ഇത് രണ്ട് ഈക്വൽ അല്ലേ. L1 ബൈ L2 ഇൻറ്റു L1 ബൈ L2 അപ്പം എത്രയായി? 1/2 ദ ഹോൾ സ്ക്വയർ. അപ്പം എന്തായി? 1/4 എന്നായി. അപ്പം അതായത് R1 ബൈ R2 ആണ് 1/4. അപ്പം R1-നെക്കാളും R2 4 ഇരട്ടി കൂടുതലാണ് അല്ലേ. ലെങ്ത് ഡ്രോൺ ആണ് ചെയ്തിരിക്കുന്നത്, ലെങ്ത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് സംഭവിച്ചു? 4 ടൈംസ് അല്ലേ. R2 എന്ന് പറയുന്നത് 4R1 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടണത്? 4 into 5, 20 ohms. Okay, option D. Question number 10. The temperature coefficient of resistance of a semiconductor is. Semiconductor ഏതാണ്? Negative temperature coefficient. Option D. Question number 11. Electrical resistivity is. Option A, low for copper and high for alloy. High for copper and low for alloy. Low for copper as well as for alloy. High for copper as well as for alloy. ഏതാണ് നമുക്ക് വരുന്നത്? റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് മെറ്റലാണല്ലേ. അപ്പം മെറ്റലിന് കുറവായിരിക്കണം. അപ്പം നമുക്ക് ഏത് വരണം? ലോ ഫോർ കോപ്പർ ആൻഡ് ഹൈ ഫോർ അലോയ്. അപ്പോൾ ഓപ്ഷൻ എ. Question number 12. Copper and pure silicon are heated. Which of the following is true? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റെസിസ്റ്റിവിറ്റിനെ ബേസ് ചെയ്താണ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ കോപ്പർ എന്നുള്ളത് മെറ്റലാണ്. അപ്പോൾ എന്താണ് മെറ്റലിന് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് എന്തിനെ നോക്കിയാൽ മതി? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നോക്കിയാൽ മതി. അപ്പം മെറ്റലാണെങ്കിൽ ടെമ്പറേച്ചർ എന്താ? PTC അല്ലേ. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടണം. ഇനി അതേപോലെ സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. അത് NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? കോപ്പറിൻ്റെ കൂടുകയും ചെയ്യണം, സിലിക്കണിൻ്റെ കുറയുകയും ചെയ്യണം അല്ലേ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഇൻക്രീസസ് ആൻഡ് സിലിക്കൺ ഡിക്രീസസ്. കറക്റ്റ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ. Question number 13. The resistance of wire is 2 ohm. If the diameter of the wire is reduced to half, keeping the length same, the resistance of the wire will be. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ എൽ ബൈ എ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് സെയിം ആണ്, ഏരിയ എന്ത് ചെയ്തിരിക്കുന്നു? ഏരിയ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഏരിയക്ക് പ്രപ്പോർഷണൽ ആണ് അല്ലേ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഹാഫ് ആക്കി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഹാഫ് ആക്കി, ഡയമീറ്റർ ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് എന്താവണം? 1/4 ആവണം അല്ലേ. ഇതിൻ്റെ സ്ക്വയർ ആവണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ടൈംസ് ആയിരിക്കും അല്ലേ. 1/4 ആകുമ്പോൾ റെസിസ്റ്റൻസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഇൻവേഴ്സ്ലി ആണ്. അപ്പം 4 ടൈംസ് വരണം. അപ്പോൾ ഇവിടെ 2 ohm ആണ്. അപ്പോൾ അതിൻ്റെ 4 ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയാ? 8 ohm. ഓപ്ഷൻ ഡി. Question number 14. From the following material, which one has higher resistivity at 20 degrees Celsius? Okay, option A copper, option B German silver, option C mercury, option D nichrome. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നിക്രോം ആണ്. Question number 15. What is the value of medium resistance based on its ohmic value? മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ലോ റെസിസ്റ്റൻസ് ഉണ്ട്, മീഡിയം റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പം ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ലെസ് ദാൻ 1 ohm ആണ്. ഓക്കെ,
മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 1 ohm ടു 100 കിലോ ഓം. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം. അപ്പം നമുക്ക് ഏതാ പറയുന്നത്? മീഡിയം റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. എബവ് 1 ohm അപ് ടു 1000 ohms ആണോ? അല്ല, നമുക്ക് 100K വരണം. സെക്കൻഡ് ഓപ്ഷൻ എബവ് 1 ohm അപ് ടു 100 കിലോ ഓംസ്. ഇത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി. Question number 16. Which one has negative temperature coefficient of resistance? നെഗറ്റീവ് ടെമ്പറേച്ചർ ഏതിനൊക്കെയാണ് വരുന്നത്? സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സിനുമാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ വരുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ കോപ്പർ ആണോ? അല്ല. നിക്രോം അല്ല, ഒരു അലോയ് ആണ് അല്ലേ? അലൂമിനിയം അല്ല. മൈക്ക എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 17. ദ യൂണിറ്റി ഓഫ് റെസിസ്റ്റിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റിവിറ്റി റോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പം RA/L. അപ്പോൾ നമുക്ക് ഏത് വരും? ഓം മീറ്റർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി. Question number 18. 3 resistance 1 kilo ohm, 2 kilo ohm and 7 kilo ohm are connected in series with 30 volt supply. The total resistance and current. അപ്പം 3 റെസിസ്റ്റേഴ്സ് അല്ലേ? 30 വോൾട്ട് സപ്ലൈയിൽ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അക്രോസ് ഉള്ള ടോട്ടൽ കറണ്ടും ദെൻ ടോട്ടൽ റെസിസ്റ്റൻസും ആയി ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം സീരീസ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 7 + 2 + 1 10K വരും. നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 3 ഓപ്ഷൻ കിടപ്പുണ്ട് 10K അല്ലേ? അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് മാത്രം കൊണ്ട് പറ്റില്ല. കറണ്ട് നോക്കാം. കറണ്ട് എത്രയാണ്? കറണ്ട് എങ്ങനെ വരും? കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പം 30/10K അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരണം? 3 മില്ലി ആംസ് വരണം അല്ലേ? 10K 3 മില്ലി ആംസ്. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് ഇസ് ദ നെയിം ഓഫ് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം? മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം എന്താണ്? ഫ്രീക്വൻസി, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറണ്ട്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി, കറണ്ട്. 20. The amount of current flowing through series connection of resistors. സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്താ? സെയിം ആയിരിക്കും അല്ലേ? ഓപ്ഷൻ ഏതാണ്? എ, സിമിലർ. 21. 3 resistance 30, 15, 5 ohm are connected in parallel. Their combined resistance will be. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പാരലൽ കണക്ഷൻ ആകുമ്പോഴേക്കും റെസിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത്? നമുക്ക് എന്ത് വരണം? ലെസ് ദാൻ 5 ohm എന്ന് വരണം. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി. Question number 22. A 3 ohm resistor is connected in parallel to 6 ohm resistor. The combination is connected in series to an 8 ohm resistor. A 10 ohm resistor is connected in parallel to the whole combination. The effective resistor is. അപ്പം ഇത് നമ്മൾ സർക്യൂട്ട് വരയ്ക്കണം അല്ലേ? അപ്പം a 3 ohm resistor is parallel to 6 ohm resistor. Okay. അപ്പോൾ ഒരു 3 ohm resistor is parallel to 6 ohm resistor. This combination is connected in series to a 8 ohm റെസിസ്റ്റർ. അപ്പോൾ 8 ohm റെസിസ്റ്ററിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഈ ഹോൾ കോമ്പിനേഷനെ എന്ത് ചെയ്തിരിക്കുന്നു? 10 ohm റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, 10 ohm റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന് അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് പാരലൽ ആണല്ലേ? അപ്പം ഇതെന്ത് വരണം? നമുക്ക് എങ്ങനെ വരണം? 3 parallel 6. ഓക്കെ, 3 parallel 6 എന്ന് പറയുമ്പോൾ എന്തായി? 3 × 6/9 അല്ലേ? 2 ohm വരണം. 2 ഇൻ സീരീസ് വിത്ത് 8. അപ്പം 2 ഇൻ സീരീസ് വിത്ത് 8 എന്ന് പറയുമ്പോൾ 10 ohm വരണം. ദെൻ ദിസ് 10 ohm is parallel to 10 ohm. അപ്പം നമുക്ക് എന്ത് വരണം? ഫൈനലി 5 ohm വരണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി 5 ohm. 23. What is the effective resistance of the network consisting of 10 parallel branches each with a resistance of 5 ohm? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു പാരലൽ ബ്രാഞ്ചസിൽ സെയിം റെസിസ്റ്റൻസ് ആണ് ഒന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഓക്കെ,
അപ്പോൾ 5/10 വരും. അപ്പോൾ നമുക്ക് എത്ര വരും? 0.5 ഓം. ഓപ്ഷൻ സി. 24. A wire has 12 ohm. It is bent in the form of a circle. The effective resistance between 2 points on any diameter is. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെസിസ്റ്റർ 12 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ. ഓക്കെ, ഇതിനെ ബെൻഡ് ചെയ്ത് എന്താക്കി? ഒരു സർക്കിളാക്കി അല്ലേ? അപ്പോൾ ഒരു സർക്കിളാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ബെൻഡ് ചെയ്ത് ഒരു സർക്കിളാക്കി അക്രോസ് എ ഡയമീറ്റർ അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ഇതിനെ ബെൻഡ് ചെയ്യുമ്പോൾ പകുതി റെസിസ്റ്റർ മേളത്തെ സെമി സർക്കിളിൽ വരും, ബാക്കി റെസിസ്റ്റർ ഇവിടെയും വരും അല്ലേ? അപ്പോൾ ഇതെന്തായി? ആക്ച്വലി ഇത് എന്തിനോട് ഈക്വലൻ്റ് ആയി? 6 ഓം ഇൻ പാരലൽ 6 ഓം അല്ലേ? ഇപ്പോൾ ഡയമീറ്ററിലെ പോയിന്റ്സിൽ നോക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്ററിന് അക്രോസ് നോക്കുമ്പോൾ 6 ഓം 6 ഓം ആയി. അപ്പോൾ 6 ഓം പാരലൽ 6 ഓം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? 6/2 3 ഓം കിട്ടണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി. Question number 25. Which of the following is linear and bilateral? അതായത് ലീനിയർ എന്ന് പറഞ്ഞാൽ വി ഐ ക്യാര ലീനിയറും ആയിരിക്കണം. ഓക്കെ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഫേസിലെടുത്താലും സെയിം ക്യാര കിട്ടണം അല്ലേ? അല്ലെങ്കിൽ ബൈ ഡയറക്ഷനിലായിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സെമി കണ്ടക്ടർ, റെസിസ്റ്റർ, ഇലക്ട്രോൺ ട്യൂബ്, ട്രാൻസിസ്റ്റർ. ഏതാണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ ബി, റെസിസ്റ്റർ. 26. The color code of 1 ohm plus 5% resistor is 1 ohm. 1 ohm എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു വരണം? ബ്രൗൺ അല്ലേ? ബ്രൗൺ വരണം. ഓക്കെ, ബ്രൗൺ വരുമ്പോൾ ആണ്, എല്ലാത്തിനും ബ്രൗൺ ആണ്. ദെൻ ബ്ലാക്ക് നമുക്കറിയാം, ബ്ലാക്കും ആണ്. 10 അല്ലേ? ഇനി പിന്നെ എന്ത് വരണം? ഇത് 1 ആവണമെങ്കിൽ ഇൻറ്റു 10⁻⁻1 വരണം. അപ്പം -1 കൊടുക്കുന്നത് ആരാണ്? ഗോൾഡ് ആണല്ലേ? 10⁻⁻1 മൾട്ടിപ്ലയർ -1 വരുന്ന ഏതാണ്? ഗോൾഡ് ആണ്. അപ്പം ബ്രൗൺ, ബ്ലാക്ക്, ഗോൾഡ്. ദെൻ ടോളറൻസ് എന്ത് വരണം? 5%. 5% ടോളറൻസ് കൊടുക്കുന്നത് ആരാ? അതും എഗെയിൻ ഗോൾഡ് ആണല്ലേ? അപ്പം നമുക്ക് ബ്രൗൺ, ബ്ലാക്ക്, ഗോൾഡ്, ഗോൾഡ് വരണം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. 27. ഡാഷ് ഇസ് നോട്ട് എ വേരിയബിൾ റെസിസ്റ്റർ. പ്രീസെറ്റ്, വാരക്ടർ, റിയോസ്റ്റാറ്റ്, പൊട്ടൻഷ്യോമീറ്റർ. ഏതാണ് വേരിയബിൾ റെസിസ്റ്റർ അല്ലാത്തത്? വാരക്ടർ അല്ലേ? വാരക്ടർ എന്താണ്? ഒരു ഡയോഡ് ആണല്ലേ? അപ്പം ഓപ്ഷൻ ബി. 28. കളർ കോഡ് ഫോർ 82 ഓം റെസിസ്റ്റൻസ് ഇസ് 82 ഓം റെസിസ്റ്റൻസ്. ഏതാണ് 82 ഓം റെസിസ്റ്റൻസ് വരുന്നത്? 8 എന്ന് പറയുമ്പോൾ ശരിയാണ്, ഗ്രേ വരണം. ദെൻ 2 റെഡ് വരണം. ഇത് നമുക്ക് 82 ഓം എന്ന് കിട്ടണം. അപ്പോൾ ഏതാണ് വരുന്നത്? ജസ്റ്റ് നോക്കിക്കേ. ഇപ്പം ഇത് വരുമ്പം 82 ഇൻറ്റു 10⁻², മൾട്ടിപ്ലയർ ആണ് ഈ തേർഡ് ബാൻഡ് അല്ലേ? അപ്പോൾ ഇത് 10⁻1 എന്ന് വരും. അപ്പോൾ ഇത് 820 ആയില്ലേ? അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ദെൻ ബ്ലാക്ക് വരുമ്പം 82 ഇൻറ്റു 10⁻0 എന്ന് വരണം. അപ്പം എന്തായി? 82 ഓം ആയി. അപ്പോൾ ഓപ്ഷൻ ബി, ഗ്രേ, റെഡ്, ബ്ലാക്ക്. Question number 29. The resistance between the opposite faces of a meter cube of that material is known as. ഒരു മീറ്റർ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ρl/a ആണ്. അപ്പോൾ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ലെങ്ത്തും 1 ആണ്, ഏരിയയും 1 ആണ്. അപ്പോൾ എന്തായിരിക്കും? അത് റെസിസ്റ്റിവിറ്റി ആണ് അല്ലേ? അപ്പം 29 ഓപ്ഷൻ ഡി. Question number 30. The resistance of a heater rated 2.2 kilowatt and 200 volts. നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റർ റേറ്റഡ് 2.2. ഇത് പവർ ആണ്, ഇത് വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. V²
പി എത്ര വരും? 200 സ്ക്വയർ ബൈ 2.2 കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? 22 ഓം എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, then 31. The total resistance of a parallel circuit compared to the low value of a resistance connected in the circuit is. നേരത്തെ നമ്മൾ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പാരലൽ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കമ്പയർ ടു ദി ലോ വാല്യൂ എന്തായിരിക്കണം? കുറവായിരിക്കണം അല്ലേ? ലോ വാല്യൂ, അതിലുള്ള സർക്യൂട്ടിലെ ലോ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി, ലെസ്. 32. The color coding of the resistor is blue, red, yellow, gold. Its value is. അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ബ്ലൂ എന്ന് പറയുന്നത് 6, റെഡ് 2, യെല്ലോ 4. ഓക്കെ, ഇനി മൾട്ടിപ്ലയർ ആണല്ലേ. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? 10⁻⁻1 ആൻഡ് ദിസ് ഇസ് 5%. അപ്പോൾ നമുക്ക് എന്താ പറയണേ നോക്കാം. 10⁻⁻1 ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയണേ നോക്കി. $624 ഓം അല്ല, 6.24 കിലോ ഓം അല്ല അല്ലേ? 6.24 ഓം അല്ല. 6.24 ആണോ? 10⁻⁻1 ആണ് ഗോൾഡിനുള്ളത്. അപ്പോൾ എന്ത് പറയണം ആക്ച്വലി? ഇത് 62.4 ഓം അല്ലേ? 62.4 പ്ലസ് ഓർ മൈനസ് 5% ഓം എന്ന് പറയണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കിലോ ഓം ആണ്, അപ്പോൾ കിലോ ഇല്ല ആക്ച്വലി. അപ്പോൾ ഓപ്ഷൻ ഡി, 62.4 ഓം പ്ലസ് ഓർ മൈനസ് 5%. ഓക്കെ, 33. Specific resistance of a conductor depends on. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. അപ്പോൾ അത് മെറ്റീരിയലിനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി, കണ്ടക്ടർ മെറ്റീരിയൽ. 34. Given 3 equal resistance, how many combinations of these 3 resistance can be made? ഓക്കെ, അപ്പോൾ 3 ഈക്വൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സീരീസ് ആയിട്ട് കൊടുക്കാം അല്ലേ? സെക്കൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 നമുക്ക് പാരലൽ ആയിട്ട് കൊടുക്കാം അല്ലേ? തേർഡ് കോമ്പിനേഷനോ 3 ഈക്വൽ റെസിസ്റ്റൻസാണ്. അപ്പം 2 സീരീസ് വെച്ചിട്ട് അതിന് ഹോൾ അക്രോസ് ഒരു പാരലൽ കൊടുക്കാം. ഇതൊക്കെ അല്ലേ? ഇനി ഫോർത്ത് കോമ്പിനേഷൻ എന്തായിരിക്കും? ഇനി ഒരു കോമ്പിനേഷൻ കൂടി പറയാലോ. 2 പാരലൽ വെച്ചിട്ട് അതിന് സീരീസ് ആയിട്ട് ഒരെണ്ണം കൊടുക്കാം അല്ലേ? ഇതിൽ കൂടുതൽ വേറെ കോമ്പിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ എ, 4. Question number 35. The tolerance of a resistor with a 3-band color code is. 3 band എന്ന് പറയുമ്പം ടോളറൻസ് ഉണ്ടോ? നമുക്കറിയാം 2 ഡിജിറ്റ്. ഓക്കെ, 2 ഡിജിറ്റ് ദെൻ മൾട്ടിപ്ലയർ, പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? ടോളറൻസ് വരുന്നത് അല്ലേ? അപ്പം 3 ബാൻഡ് ആണെങ്കിൽ ഇവിടെ ടോളറൻസ് എന്തായിരിക്കും? നോ കളർ ആണ്. നോ കളർ ആണെങ്കിൽ നമുക്ക് ഏതാ വരുന്നത്? 20% ആണ് അല്ലേ? അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. Question number 36. A material with resistivity rho ohm meter has a length of 1 meter and area of cross sectional 1 meter square. Its resistance is. എന്താണ്? റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. റോ ഇൻറ്റു 1/1 എന്താ? റെസിസ്റ്റൻസ് എന്താ? റോ തന്നെയാണ് അല്ലേ? റോ ഓം ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ. Question number 37. If the length and radius of the resistive material are doubled, അപ്പം എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ലെങ്ത്തും റേഡിയസും ഡബിൾ ചെയ്തു. അപ്പോൾ റെസിസ്റ്റീവ് മെറ്റീരിയലിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഓപ്ഷനിൽ റെസിസ്റ്റൻസ് ഇസ് ഡബിൾഡ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഇസ് ഹാഫ്ഡ്. അപ്പം റെസിസ്റ്റൻസിനെയും റെസിസ്റ്റിവിറ്റിനെയും ബേസ് ചെയ്താണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാവുന്ന എന്താണ്? റെസിസ്റ്റിവിറ്റി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ റെസിസ്റ്റിവിറ്റി ഇസ് ഹാഫ്ഡ് തെറ്റാണ്. ഡബിൾഡ് അതും തെറ്റാണ്.
റിമെയിൻ സെയിം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇനി നമുക്ക് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്തിന് പ്രൊപ്പോർഷണലി ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇവിടെ ഡബിൾ ചെയ്തു 2L. ഇനി ഏരിയയും എന്ത് സംഭവിച്ചു? റേഡിയസ് ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. റേഡിയസും ഡബിൾ ചെയ്തു എന്നാണ്. അപ്പോൾ റേഡിയസ് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഏരിയ എന്തായിരിക്കും? 4 ടൈംസ് ഏരിയ ആണ് ആവുന്നത് അല്ലേ. അപ്പോൾ ഇത് എന്ത് വേണം? ഇത് കട്ട് ചെയ്തിട്ട് എന്ത് വരണം? 1/2 L/A, അതായത് 1/2 R എന്ന് പറയണം. അപ്പോൾ റെസിസ്റ്റൻസ് ഹാഫ് ആവണം. റെസിസ്റ്റൻസ് ഹാഫ്, റെസിസ്റ്റിവിറ്റി സെയിം. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? സി. ദ റെസിസ്റ്റൻസ് ഈസ് ഹാഫ് ആൻഡ് റെസിസ്റ്റിവിറ്റീസ് റിമെയിൻഡ് സെയിം. ഓപ്ഷൻ സി. Question number 38. With the Wheatstone bridge, we can measure the resistance of Wheatstone bridge. Wheatstone bridge നമ്മൾ ഏതിനാണ് നോക്കുന്നത്? നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഏതിനാണ് നോക്കുന്നത്? മീഡിയം ടൈപ്പ് ആണ് അല്ലേ. മീഡിയം റെസിസ്റ്റൻസിനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസിന് ഏതാ? കെൽവിൻസ് ബ്രിഡ്ജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഹയർ റെസിസ്റ്റൻസിന് മെഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇത് 1 ohm ടു ഫ്യൂ മെഗാ ഓംസ് ആണ് നമുക്ക് ഓപ്ഷൻ വരേണ്ടത്. നോക്കൂ, ഓപ്ഷൻ ബി. 39. From the given statements, choose the correct one which are related to the law of resistance. Okay, first statement, resistance is directly proportional to length. ഇത് correct ആണ്. Resistance is inversely proportional to area of cross section. ഇതും correct ആണ്. Resistance depends on the nature of material. അത് correct ആണോ? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ അല്ലേ. റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ ഇത് മൂന്നും കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ 1, 2 and 3. ഓപ്ഷൻ സി. 40. If the length and area of the material is doubled, then the change in resistor of the material is ലെങ്ത് ഏരിയയും ഡബിൾ ചെയ്തെന്നാണ് പറയണേ. അപ്പൊ നമുക്ക് ഇപ്പൊ റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇങ്ങനെയാണ്. അപ്പൊ ലെങ്ത്തും ഏരിയയും ഡബിൾ ചെയ്തെന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു 2L and 2A എന്ന് പറയണം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്? ഓപ്ഷൻ സി, റെസിസ്റ്റൻസ് റിമെയിൻസ് ദി സെയിം. രണ്ടും ഡബിൾ ചെയ്തു അല്ലേ. ഇനി 41. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. പോസിറ്റീവ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഏത് വരണം? മെറ്റൽ വരണം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. സിലിക്കൺ, കാർബൺ, കോപ്പർ, ജെർമേനിയം. ഏതാണ്? കോപ്പർ. ഓപ്ഷൻ സി. 42. 2 lamps each of rating 100 watt and 200 volt which are connected in series. Find the effective resistance of the circuit. അപ്പോൾ ഇവിടെ 2 lamps ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് അതിൻ്റെ റേറ്റിംഗ്സ് പറയുന്നത്? 100 വാട്ടും 200 വോൾട്ടും ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരണമെങ്കിൽ സീരീസിലായിരിക്കും അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V²/P ആണ്. അപ്പോൾ എത്ര വരും? 200 × 200/100. അപ്പോൾ എത്ര വരണം? 400 ഓം ഒരെണ്ണത്തിൽ വരണം അല്ലേ. അപ്പോൾ സീരീസ് ആകുമ്പോൾ നമുക്ക് എന്താണ്? 400 + 400 വരണം. അപ്പോൾ എത്രയാണ്? 800. ഓപ്ഷൻ ഡി. Question number 43. If 20 ohm and 30 ohm resistor are connected in series across 200 volt supply, find the voltage drop across 30 ohm resistor. ഒരു സീരീസ് സർക്യൂട്ട് ആണ്. സീരീസിലാകുമ്പോൾ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പം 200 വോൾട്ടിൽ 20 ഓമും 30 ഓമും കണക്ട് ചെയ്തിരിക്കുകയാണ്. 30 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പം നമുക്കറിയാം ഇവിടെ വോൾട്ടേജ് ഡിവൈഡ് റൂളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം എത്രയാ? വി അക്രോസ് 30 എന്ന് പറയുന്നത് വി ഇൻറ്റു 30/20 + 30 അല്ലേ. 200 × 30/50 അല്ലേ. അപ്പം എത്ര വരും? നമുക്ക് എന്ത് കിട്ടണം? 120 വോൾട്ട് കിട്ടണം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. 44. Which one defines the change in resistance in ohm per degree Celsius? ഏതാണത്? ഓം പെർ ഡിഗ്രി സെൽഷ്യസ്. പെർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഏതാണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി. 45. റെസിസ്റ്റൻസ് ഓഫ് 250 വോൾട്ട് 100 വാട്ട് ലാമ്പ് വിൽ ബി. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്താണ്? V²/P ആണ്. അപ്പോൾ എത്രയായി? 250 × 250/100
100. അപ്പോൾ നമുക്ക് എത്ര വന്നു? 625 ഓം. അപ്പോൾ ഓപ്ഷൻ സി. Question number 46. The resistivity of conductor dash. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കണ്ടക്ടറിൻ്റെ ആട്ടോ. കണ്ടക്ടർ എന്ന് പറയുമ്പം ആക്ച്വലി അത് എന്ത് വരണം? PTC വരണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, അത് തെറ്റാണ്. ഇൻക്രീസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ, അപ്പം അത് കറക്റ്റ് ആവാം അല്ലേ. ഇൻക്രീസ് ഷാർപ്ലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി. ഇൻക്രീസ് ഷാർപ്ലി ബൈ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി, അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇൻക്രീസസ് വെരി ഷാർപ്ലി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്ലോലി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫോമിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 47. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസസ് ഏതാണ്? കണ്ടക്ടൻസ്. അപ്പോൾ ഓപ്ഷൻ എ. 48. If short circuit is occurred in a electric circuit, then the value of resistor will be. ഷോർട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് പാസ് ചെയ്യാൻ അനുവദിക്കുക അല്ലേ. അപ്പം അവിടെ എന്താണ്? ഇവിടെ കറണ്ട് പാസ് നടക്കും. അപ്പോൾ എന്താ? റെസിസ്റ്റൻസ് ആക്ച്വലി എന്താണ്? 0 ആണ്. അപ്പോൾ ഓപ്ഷൻ സി. 49. The low value resistance can be measured by. ലോ വാല്യൂ നമ്മൾ എങ്ങനെയാ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? കെൽവിൻസ് ബ്രിഡ്ജ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. 50. What is the change of resistance value of the conductor as its diameter is doubled? നമുക്കറിയാം ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ 4 times ആവുക എന്നാണ്. 4 times ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്താവും? ഡിക്രീസസ് ബൈ 4 times. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി. 51. What is the value of resistance in open circuit? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് വരണം? ഇൻഫിനിറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വരണം അല്ലേ. അപ്പോൾ നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി. 52. What will be the current flowing through each resistor when a 100 ohm and 50 ohm resistors are connected in series across a 30 volt DC supply? ഓക്കെ, അപ്പോൾ ഒരു 100 ഓമും 50 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അക്രോസ് 300 volt DC സപ്ലൈ. ഓക്കെ, 100 ഓം 50 ഓം 300 volt. എന്താണ് കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആണല്ലേ. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 300 ബൈ 100 + 50 150 വരണം. അപ്പോൾ നമുക്ക് എന്ത് വരണം? 2 amps വരണം. അപ്പോൾ ഓപ്ഷൻ ഏതാ നോക്കിയേ? 2 amps flowing through both resistors അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ. 53. If 10 numbers of 200 ohm resistors are connected in parallel across 12 volt DC supply, what will be the effective resistance appeared across the supply? അപ്പം സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എത്ര ബ്രാഞ്ച് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ ആർ പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? R/N ആവും. അപ്പം എന്തായി? 200/10 എന്ന് പറയുമ്പോൾ എത്രയായി? 20 ohm ആയിരിക്കും നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി. 54. ഇൻ എ കണ്ടക്ടർ ദ റെസിസ്റ്റൻസ് ചേഞ്ചസ് വിത്ത് എന്താണ്? വോൾട്ടേജ്, ടെമ്പറേച്ചർ, കറണ്ട്, ഹ്യൂമിഡിറ്റി. ഏതാണ്? ഓപ്ഷൻ ബി, ടെമ്പറേച്ചർ. ദ ഇലക്ട്രിക് പ്രോപ്പർട്ടി ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് എന്താണ്? റെസിസ്റ്റൻസ്. അപ്പോൾ ഓപ്ഷൻ സി. 56. The resistance of a material is independent of magnetic flux, length, nature of material, temperature. ഏതാണ്? magnetic flux. ഓപ്ഷൻ എ. 57. In a parallel circuit the total resistance is എന്താണ്? less than the smallest resistance. ആദ്യം മുതൽ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി. Question number 58. The total resistance of 30 ohm resistor and 15 ohm resistor connected in parallel. പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് പാരലൽ ആകുമ്പോഴേക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? R1 R2/R1 + R2 അല്ലേ. അപ്പം എങ്ങനെയാണ്? 30 × 15/30 + 15 എത്രയാ? 45 അല്ലേ. അപ്പം നമുക്ക് എത്ര വരും? 10 ohm. ഓപ്ഷൻ എ. 59. 20% tolerance value of resistor is obtained when the fourth band represents 20% എന്താണ്? നോ കളർ ആണ് അല്ലെങ്കിൽ ബോഡി കളർ എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഡി, ബോഡി കളർ. 60.
If a 10 volt battery is connected across parallel resistors of 3, 5 and 20 ohm, how much voltage is there across 5 ohm resistor? Okay. അപ്പം പാരലൽ റെസിസ്റ്റേഴ്സ് ആണ് 10 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ ആകുമ്പോൾ എന്താണ്, എല്ലാ ബ്രാഞ്ചിലും സെയിം വോൾട്ടേജ് ആണ് അല്ലേ. അപ്പം 5 ഓമിന് അക്രോസ് എത്ര വോൾട്ടേജ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്, 10 വോൾട്ടേജ് തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഏതാ പറയണേ, ഓപ്ഷൻ എ. 61. When checked with an ohmmeter, an open resistor shows. ഓപ്പൺ റെസിസ്റ്റർ, ഓപ്പൺ റെസിസ്റ്റർ ഓമീറ്ററിൽ വെച്ച് നോക്കണം. എന്താ സാധാരണ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് കാണിക്കുന്നത്, ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലേ. ഇൻഫിനിറ്റ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഏതാ വരുന്നത്, ഓപ്ഷൻ എ. 62. While measuring resistance with an ohmmeter, one should not touch test leads because. എന്തുകൊണ്ടാണ് ടെസ്റ്റ് ലീഡ്സ് തൊടാൻ പാടില്ല എന്ന് പറയുന്നത്, ഓമീറ്റർ റീഡിങ് കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ബി. ഇറ്റ് മേ ലോവർ ദി ഓമീറ്റർ റീഡിങ്.